എന്റെ ദൈവമേ, ഞാൻ അജാകടെ കണ്ണൂത്തി കൊണ്ടുപോണ്. എനിക്ക് അവിടെ ചെന്നിട്ട് കണ്ടാ മതി. വീടൊന്നും ഇല്ലല്ലേ? കേറിയിട്ടുണ്ട്. ഗ്ലാസ് തുറക്കുന്നുണ്ടോ? ഗ്ലാസ് തുറക്കുന്നുണ്ടോ? ഞാൻ കണ്ണ് ഇതുവരെയ്ക്ക് ഞാൻ തുറന്നിട്ടില്ല. ഭയങ്കര വലിയ എക്സൈറ്റ്മെന്റിലാണ്. ഇത് കണക്കത്തെ ഒരു ഇങ്ങനെ കണ്ണും കൂടി കെട്ടി ഒരു റിവീലിംഗ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് നിൽക്കുന്നത് നമ്മളെ അഹദാണ് അല്ലേ? അഹദല്ലേ? അഹദിന്റെ പാപ്പയായ നമ്മളെ അൻഷാദിക്കാടെ ഒരു പഴയ ഒരു അംബാസഡർ കാറാണ് കേട്ടോ. ഞാൻ എന്റെ പഴയ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ദ നൈസ് ടൈം വിത്ത് അൻഷാദ് നാസർ എന്നുള്ള യൂട്യൂബ് ചാനൽ അൻഷാദിക്കാടെ അംബാസഡർ. അപ്പൊ അത് 15 വർഷത്തോളായ വണ്ടി, പഴയ വണ്ടിയാണ്. അപ്പൊ അത് നമ്മള് വീണ്ടും ഒന്ന് പണിഞ്ഞ് സെറ്റപ്പ് ആക്കിയിട്ട് ഇറക്കുന്നുണ്ട്. അപ്പൊ ഇന്നലെ എന്നെ വിളിച്ചു പറഞ്ഞതുപോലെ ഒരു പരിപാടി കൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മള് അത് വണ്ടിയുടെ പുതിയൊരു റീ ഇനാഗുറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, റീ ഇനാഗുറേഷൻ എന്താ പറയാ, വണ്ടിയുടെ ഒരു പുത്തൻ ജന്മമാണ്. അത് നമ്മൾ വീണ്ടും കാണാൻ പോകണ്ട. വണ്ടി പഴയ വണ്ടിയായിരുന്നു. ഇപ്പൊ എല്ലാം പെയിന്റ് ഒക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നമ്മളെ മിസ്റ്റർ ഗുബോട്ട് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് ഇത് പണിഞ്ഞിരിക്കുന്നത്, കൊല്ലത്തെ 2ാം വീട്ടിൽ. അപ്പം ഇന്ന് നമുക്ക് ചെറിയ പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. അൻഷാദൊക്കെ പിള്ളേരൊക്കെ ആയിട്ട് വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഇന്നത്തെ വണ്ടിയുടെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ നടന്നത്. തുടങ്ങാം. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ അൻഷാദ് കട ഫ്രണ്ട് ഒരു അടിപൊളി ഒരു അംബാസിഡർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഏത് മോഡൽ വണ്ടിയാ? ഇതിന്റെ ഡീറ്റെയിൽ എന്ന് പറയാമോ? 83 അല്ലേ? അപ്പൊ അത്ര ഏകദേശം നല്ല വർഷമായല്ലോ. നമ്മളെ കാലൊക്കെ മൂത്തതാ. സുഹൃത്ത് ബിലു ചെന്നൈ അദ്ദേഹം എടുത്തുന്ന വണ്ടിയാണിത്. കുളിക്കാൻ വേണ്ടി കൊണ്ടുകൊടുത്ത വണ്ടിയാണ്. അതിൽ നിന്നാണ് ഈ പരുവാക്കി നമ്മൾ ആക്കി എടുത്തല്ലേ. ഒരുപാട് സംഭവങ്ങൾ മാറിയിട്ടുണ്ട് അതിനകത്ത്. ഓക്കെ, അതൊക്കെ വെച്ചല്ലോ. ഇതിപ്പോ ഈ പഴയ വണ്ടിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ച് എങ്ങനെയാ? എക്സ്പെൻസീവ് ആണോ? ആണല്ലേ? അതെ, അതൊരു ഇഷ്ടമുള്ളവർക്കേ പറ്റത്തുള്ളൂ എല്ലാരെ കൊണ്ടും. അതെ അല്ലേ? അതെ. ഇതൊരു ബ്ലാക്ക് അല്ലല്ലേ, ഇതൊരു ഗ്രീന് ചേർന്നൊരു കളർ അല്ലേ? ഒരു ചെറിയൊരു ഗ്രീനും ഉണ്ട്. ഭയങ്കര ലുക്ക് കേട്ടോ, വണ്ടി കൊള്ളാം, നന്നായിട്ടുണ്ട്. അകത്തൊക്കെ മൊത്തം മാറ്റിട്ടുണ്ട് അല്ലേ? പണ്ട് ഇതിലെ സ്റ്റിയറിംഗ് ഗിയർ ആയിരുന്നു, അതിപ്പോ പ്ലാറ്റ്ഫോം ആക്കി അല്ലേ? പ്ലാറ്റ്ഫോം ആക്കി ആണോ? സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി അംബാസിഡർ. ഇപ്പോഴും ഇതിന് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ടെസ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ് നടക്കുന്ന വണ്ടി അല്ലേ? ഓക്കെ. നമുക്ക് ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് ഉണ്ടോ? അടിപൊളിയല്ലേ? വെറൈറ്റി സ്റ്റിയറിംഗ് ആണ്. പിന്നെ ഹോൺ ഉണ്ടോ? ഇതിങ്ങനെ ഞെക്കിയാൽ അല്ലേ? എങ്ങനെയായിരുന്നു? ഉണ്ടോ? ഇതിങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ ഹോൺ അടിയും. വെറൈറ്റി ഹോണാണ്. നമ്മളെ നോർമൽ ന്യൂ ജനറേഷൻ വണ്ടിയുടെ രീതിയല്ല. പിന്നെ കുറേയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഗിയറൊക്കെ ഇപ്പോഴത്തെ രീതിയിലോട്ട് ആക്കിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ മീറ്റർ കാണിക്കുകയാണെങ്കിൽ കണ്ടോ, മീറ്ററൊക്കെ കണ്ടോ? അടിപൊളിയല്ലേ? വലിയ മീറ്ററാണ്. പിന്നെ ഇതാണ് കീ. ഇത് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇട സൈഡാണ്. പിന്നെ ഇതിൻ്റെ ഹീറ്റിങ് കാര്യങ്ങളൊക്കെയാണ്. ബാക്കിയൊക്കെ നോർമൽ തന്നെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ എൻജിൻ കാര്യങ്ങൾ കാണാം. എത്ര ആയിട്ടാണ് പറഞ്ഞത്? 83 മോഡലല്ലേ? വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടി വരുമോ? ഞാനിത് കുറച്ച് ദിവസം ഒരു 1.5 മാസം എടുക്കാതിരിക്കുക. പക്ഷെ ഒന്നും ഓർത്തില്ല വെള്ളം ഒഴിക്കുന്ന കാര്യം. ഇത് ഇതിന്റെ ഹോണാ? ഇത് പണ്ട് കാലത്തെ ഹോണാ, ജാൽവ ഹോൺ എന്ന് പറയും. ഓഹോ, എന്താ ജാൽവ ഹോൺ അല്ലേ? സൗണ്ടാണ് നമ്മുടെ ഇപ്പൊ ന്യൂ ജനറേഷൻ ഫോണിന്റെ സൗണ്ട് തന്നെയാണ്. അടിപൊളി ഹോണാണ് ഇത്. പിന്നെ ഇതാ വരുന്നത് അല്ലേ, മറ്റേ എന്താ പറയുന്നത്, കാർബേറ്റർ ടൈപ്പ് അല്ലേ? കാർബേറ്റർ അല്ലേ എഞ്ചിൻ അല്ലേ? മെറ്റഡോർ വണ്ടിയുടെ. ഓ, അത് ശരി. മെറ്റഡോറിന്റെ എഞ്ചിൻ ഇതിനകത്ത് അല്ലേ? ഇത് 5 സ്പീഡ് ഗിയർ. ഇത് മാറ്റിയതാണോ? എഞ്ചിൻ മാറ്റിയതാണോ? അല്ല, ഇതിനകത്ത് സീൽഡ് എഞ്ചിൻ സമയത്ത് സീൽഡ് എഞ്ചിൻ അന്ന് കയറ്റിയതാണ്. അതായത് അംബാസിഡറിന് വേണ്ടി തന്നെ സീൽഡ് എഞ്ചിൻ എന്ന് പറയും, കയറ്റിയതാണ്. ഓഹോ, ഏട്ടന് വലിയൊരു വണ്ടി പ്രാന്താണല്ലോ. വേറെ വണ്ടി ഉണ്ട് ഇതുപോലത്തെ പഴയതൊക്കെ? മാർക്ക് 2 കിടപ്പുണ്ട്. അംബാസിഡർ. അത് ശരി. ഓക്കെ. ഇനിയിപ്പോ അടുത്ത നമുക്ക് അൻഷാദ് കട വണ്ടിയാണല്ലേ? നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും അടിപൊളി ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. അതായത് നമ്മുടെ ചാനലിന്റെ ഒരു ഐക്കണായിട്ട് നമ്മളൊരു അംബാസിഡർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഒരുപാട് അതിന് ഫാൻസും അതേപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പൊ നമ്മൾക്ക് ആ ഒരു വണ്ടിക്ക് നമ്മളൊരു വീണ്ടും ഒരു പുനർജന്മം നൽകിയിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഒരു 15 കൊല്ലത്തിലേറെ പഴക്കമുള്ള നമ്മളെ അംബാസിഡർ പുതിയ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മിസ്റ്റർ ഗുബോട്ടാണ്. 2ാം കുറ്റി
കൊല്ലം രണ്ടാംകുറ്റിയുള്ള സെയിന്റ് ഗോവയുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡീലർ നമ്മുടെ അരുൺ നമ്മുടെ ഇവിടെ കൂടെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ലോഞ്ചിങ് ആയിട്ടുണ്ട് നമ്മുടെ സുഹൃത്തുക്കളും, അതേപോലെ തന്നെ അരുണിന്റെ ഫ്രണ്ട്സും അരുണിന്റെ ഫാമിലിയും ഉണ്ട്, എൻ്റെ മക്കളും ഉണ്ട്, നമ്മുടെ മുത്തുമണിയുണ്ട്. വണ്ടിക്ക് പേരിടണോ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അരുണേ, നമ്മുടെ വണ്ടി ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. പലരും പറയും ഇപ്പം വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മനേഷാണ്. മനേഷ് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇക്ക വണ്ടി കണ്ടിട്ടില്ലെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. പക്ഷേ ഗോഡ് പ്രോമിസ്, ഞാൻ ഇതുവരെയും എൻ്റെ വണ്ടി കണ്ടിട്ടില്ല. ഒരു 3 മാസത്തിൽ കൂടുതലായി ഞാൻ എൻ്റെ വണ്ടി കണ്ടിട്ട്. അപ്പൊ ഇനിയിപ്പം ആ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് കളയണ്ട. നമ്മൾ സെയിന്റ് ഗോവയെ കുറിച്ചും നമ്മുടെ സെറാമിക്കിനെ കുറിച്ചും പെയിന്റിങ്ങിനെ കുറിച്ചും എല്ലാം നമ്മുടെ സുഹൃത്തുക്കൾക്ക് മൊത്തത്തിൽ അറിയാം. നമ്മുടെ KB ഗണേഷ് കുമാർ MLM തുടങ്ങി വെച്ച ഒരു സംഭവമാണ് ഇത്. ഇത്രത്തോളം ഈ ഒരു സംഭവം ഒരു വിജയത്തിലോട്ടായിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അരുണേ, നീ ഒരു പണി അവിടെ ചെന്നിട്ട് എനിക്ക് കണ്ടാൽ മതി. അപ്പൊ നിങ്ങളെല്ലാവരും റെഡിയല്ലേ? എല്ലാവരും ഉണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും ഞാൻ പരിചയപ്പെടുത്താം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ എന്നെ കണ്ണുപത്തി തന്നെ കൊണ്ടുപോയിക്കും. അപ്പൊ എന്നെ ആരും കണ്ണുപത്തി തന്നെ കൊണ്ടുപോകും. അപ്പൊ അവിടെ റിവീലിംഗിന് റെഡിയല്ലേ? എല്ലാരും റെഡിയല്ലേ? ഓക്കെ എന്നാ. എന്റെ ദൈവമേ, ഞാൻ കണ്ണുത്തി കൊണ്ടുപോണ്. എനിക്ക് അവിടെ ചെന്നിട്ട് കണ്ടാ മതി. വീടൊന്നും ഇല്ലല്ലേ? കേറിയിട്ടുണ്ട്. ഗ്ലാസ് തുറക്കുന്നുണ്ടോ? ഞാൻ കണ്ണ് ഇതുവരെയ്ക്ക് ഞാൻ തുറന്നിട്ടില്ല. ഭയങ്കര വലിയ എക്സൈറ്റ്മെന്റിലാണ്. ഇത് കണക്കത്തെ ഒരു ഇങ്ങനെ കണ്ണുകൂടി കെട്ടിയ ഒരു റിവീലിംഗ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. എന്റെ കാര്യം ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് അരുണ. ഭയങ്കര എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് എത്രത്തോളം ആണെന്ന് എനിക്ക് ഈ കൂട്ടത്തിൽ എനിക്ക് മാത്രമായിരിക്കും ഇത്ര എക്സൈറ്റ്മെന്റ്. ഈ വണ്ടി ഇതുവരെ എത്രത്തോളം എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. നമ്മുടെ വീഡിയോ റെക്കോർഡല്ലേ? റെക്കോർഡാ. അടിപൊളിയായിട്ട് വേറെ ലെവലായിട്ടുണ്ട്. വൈറ്റ് കളർ വണ്ടിയായിരുന്നു. വൈറ്റ് കളർ വണ്ടിയായിരുന്നു അല്ലേ? അടിപൊളി അടിപൊളി. അതില് രോമങ്ങളൊക്കെ എഴുന്നേറ്റുണ്ട്. ഒരു ഉമ്മ കൊടുത്തോട്ടെ. വേറെ ലെവലായിട്ടോ. എനിക്ക് എവിടെ നിന്ന് നോക്കണമെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. മോനെ പോലെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അടിപൊളി അടിപൊളി. കേറി എങ്ങനെയുണ്ട് വണ്ടി? അടിപൊളിയായില്ലേ? ഇങ്ങനെ അല്ലായിരുന്നല്ലേ പണ്ട്? എങ്ങനെ ഇരുന്ന വണ്ടിയായിരുന്നു അല്ലേ? നമ്മളെ വണ്ടി ഇറക്കാൻ പോകണം കേട്ടോ. എന്നിട്ട് ഇറക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അടിപൊളിയായിട്ട് നമുക്ക് ഇത്രയും പ്രതീക്ഷയില്ല. സെറ്റപ്പ് ആയിരുന്നു വണ്ടി. വരട്ടെ. അടിപൊളി. അപ്പൊ സെറ്റ്. അടിപൊളിയായിട്ടുണ്ട് വണ്ടി. നമ്മുടെ മെക്കാനിക്കൽ മോനെ ബാഗ് ഇവിടെ ഇരിക്കും. കിട്ടുന്നില്ല. വണ്ടി അരുണേ പുഷ്പം പോലെ ആയിട്ടുണ്ട്. നമുക്കിനി
കുറച്ച് പവർ സ്റ്റിയറിംഗ് ഇവിടെ ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആവും. ഇത് മാനുവൽ അല്ലേ സ്റ്റിയറിംഗ്? ഇത് സ്റ്റിയറിംഗ് നമ്മുടെ പവർ സ്റ്റിയറിംഗ് അല്ല, മാനുവൽ പവർ സ്റ്റിയറിംഗ് ആണ്. സോറി, മാനുവൽ അല്ല, അത് തന്നെ, ഹൈഡ്രോളിക് അല്ല സംഭവം. ഹോണടിച്ചു പോണേ, ഹോണടിച്ചു. നമ്മുടെ വണ്ടിയുടെ പ്രശ്നം ഇതായിരുന്നു. അപ്പൊ നമ്മുടെ വണ്ടിയുടെ ഹോണും കാര്യങ്ങളും എല്ലാം കേൾക്കും. അപ്പൊ ഇനിയിപ്പം ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഈ വണ്ടിയായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നിങ്ങളുടെ ചിന്തിക്കണം, നമ്മുടെ അൻഷാദിക്കാടെ വണ്ടിയാണ് ഈ ബ്ലാക്ക് വണ്ടി പോണേന്ന്. അരുണേ, വണ്ടി നല്ല പുള്ളിങ് ഇപ്പൊ നല്ല കൂടിയിട്ടുണ്ട് കേട്ടോ വണ്ടിക്ക്. അപ്പൊ അൻഷാദൊക്കെ സെറ്റ് അല്ലേ? പിന്നെ അടിപൊളിയുടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാല് ഞാൻ ഇതിനു മുമ്പേ ഈ വണ്ടിയിൽ യാത്ര ചെയ്തതുകൊണ്ട് എനിക്ക് അറിയാം ഇതിനു മുമ്പേ ഈ വണ്ടി എങ്ങനെ ഇരുന്നത് നല്ലപോലെ അറിയാം കേട്ടോ. ഇപ്പൊ ഫുള്ള് അകമൊക്കെ അടിപൊളിയായി കേട്ടോ. സീറ്റൊക്കെ നല്ല കംഫർട്ടബിൾ ആയി, ഇരുന്നപ്പോ തന്നെ നല്ല അടിപൊളി കുഷനാണ്. പിന്നെ എന്താ പറയാ, കാണുന്ന ലുക്കും ആ വൈറ്റ് കളർ അംബാസിഡർ ബ്ലാക്കിലോട്ട് മാറിയപ്പോഴത്തേക്ക് വേറെ ലെവലായിട്ടുണ്ടോ. ഇനിയിപ്പോ മുണ്ടും വേസ്റ്റ് ആക്കണം. നമ്മുടെ ഡ്രസ് ഇപ്പൊ നല്ല സ്റ്റാൻഡേർഡ് ആയി. പണ്ട് ഒരു പഴയ ഒരു വണ്ടി പോലെ ഉണ്ട്, ഇപ്പൊ നല്ല പുതിയ വണ്ടി പോലെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ? ആ ശരിയാണല്ലോ, ഇത് ചുമ്മാ വെച്ചാണെന്ന് അറിയാൻ പോയാ. ഇത് തുറക്കുന്നതാണ് ഇത് ആണല്ലോ. ഇത് ഇതിനുമ്പ് ഉണ്ടായിരുന്നോ? സെറ്റ് പിന്നെ അല്ല. അപ്പൊ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സെറ്റ് നല്ല കംഫർട്ടബിൾ ആണ്. അംബാസിഡറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, ഭയങ്കര സ്ട്രോങ് ആണ് വണ്ടി. പഴയ വണ്ടി ആയതുകൊണ്ടായിരിക്കും നല്ല സ്ട്രോങ് ആണ്. പിന്നെ എന്ന് പറഞ്ഞാല് ഏത് സീറ്റിൽ ഇരുന്നാലും ഒരേ കംഫർട്ടാണ് അംബാസിഡർ. ബാക്കിൽ ഇരുന്നാലും ഫ്രണ്ടിൽ ഇരുന്നാലും എല്ലാം ഒരേ അംബാസിഡർ, ഒരേ കംഫർട്ടാണ്. ടിവിയാ ടി വി അത് റെഡി ആയിട്ടില്ലടാ. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. നമ്മളിന്ന് പോവാന്നാ. ഓ, നീ അങ്ങ് ലക്ഷറി ആയല്ലേ, കൈ ഇങ്ങനെ വെച്ച് നോക്കട്ടെ. അടിപൊളി സെറ്റപ്പ്. ബെൻസോ? ഓക്കെ ഓക്കെ, പോവാം നമുക്ക്. ഒരിക്കലും ഈ ഒരു വണ്ടിക്ക് ഇത്ര ആ ഒരു ഫിനിഷിങ്ങും ഗ്ലോസി ഫിനിഷിങ് കാര്യങ്ങളും ഒന്നും നമുക്ക് ഉണ്ടാകത്തില്ല. അത് അരുൺ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടായിരുന്നേ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് നമ്മുടെ വണ്ടി പണിഞ്ഞതിന്റെ ചെലവായിരുന്നു അൻഷാക്കട. ഞങ്ങൾ അവിടുന്ന് നേരെ ഒരു കുട്ടൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ പോയി. ഹോട്ടലിൽ പോയിട്ടുള്ള അടിപൊളി ഒരു കുട്ടൻ ബിരിയാണിയും കഴിച്ച് സെറ്റപ്പായിരുന്ന ദിവസം. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ. എന്താ എൻ്റെ പേരെന്താ പറഞ്ഞ? ബിരിയാണിയുടെ പേരെന്താ? കുട്ടൻ ബിരിയാണി. അപ്പുറത്ത് കൗണ്ടർ ഇരിക്കുന്ന പൊട്ടൻ. ഓളി നിങ്ങള് പാത്രം കഴിക്കും. നിനക്കില്ല കേട്ടോ.